കുറേ റമദാനുകൾ വന്നിട്ടുണ്ട്. വന്നതിലേറെ സ്പീഡിൽ നമുക്കൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഈ റമദാൻ അങ്ങനെ ആവരുതെന്ന് നമ്മൾ ദൃഢനിശ്ചയം എടുക്കും. ചുരുങ്ങിയത് 3 ഖത്തം തീർക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കണം. റമദാൻ കഴിയുമ്പോഴേക്ക് ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് 1 വർഷമാണ് ആവണത്. ഒരു പ്രാവശ്യം ഖത്തം തീർത്തോന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മാതൃകകളുണ്ട്. മഹദിയാം നഫീസത്തുൽ ബിസ്രി റളിയല്ലാഹു അൻഹ സ്വന്തം ഖബർ കുഴിപ്പിച്ച് അതിലിറങ്ങി നിന്ന് 300 ഖത്തമാണ് തീർത്തത്. നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ കൗണ്ട് ഡൗൺ ചെയ്ത് എന്ന് ബാക്കിൽ ആലോചിച്ച് എല്ലാവരും ഇതുവരെയായിട്ട് എത്ര ഖത്തം തീർത്തു? 300 100 റമദാനിൽ 1 വെച്ച് വീതാണെങ്കിൽ നമുക്കൊരു 10-60 വയസ്സാണെങ്കിൽ ഒരു 10-20 വർഷം ചെറുപ്പമൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ 50 ഖത്തം തീർത്തോ? പൊട്ടക്കങ്ങാടി കൂടി പോകുക, വണ്ടി ബ്ലോക്കാണ് എല്ലാ ടെക്സൈസിന്റെയും മുന്നേ. എന്നിട്ട് ഉന്തി കയറ്റി ഷട്ടർ താത്താണ്. അതിൻ്റെ ഉള്ളിൽ തിരിഞ്ഞളിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഷട്ടർ താത്തും. ഒരു ബാച്ച് ഇറങ്ങിയാൽ അടുത്ത ബാച്ചിനെ കയറ്റും. അവിടെ തുറന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും നോമ്പ് തുറക്കുന്ന സൗകര്യമുണ്ട്. ഖുർആൻ ഓതാനോ, ജമാഅത്ത് പങ്കെടുക്കാനോ, നിസ്കരിക്കാനോ. അതിപ്പോ വീട്ടിൽ പോയിട്ട് മതിയല്ലോ അല്ലേ? ഇതാവരുത് റമദാൻ. റമദാനിൽ 1-ാം വെള്ളിയാഴ്ച റിലീസാകാനുള്ള സിനിമ ഉണ്ടാവും. അതായിരിക്കും പെരുന്നാളിന് മോഡലായിട്ട് വരിക. അപ്പൊ ആ മോഡൽ കിട്ടൂല എന്നൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടുത്തെ മറക്കലാണ് പ്രധാനം, മോഡൽ വെക്കലല്ല. റമദാനിന്റെ അവസാനത്തെ 10 ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ വണ്ടി ബ്ലോക്കായിട്ട് തന്നെ 2-3 മണിക്കൂർ പോകും. അവസാനത്തെ 10 പറ്റി മുത്തറസൂലൊക്കെ എന്താ ചെയ്തേ? അവിടുന്ന് അര മുറുക്കി എടുത്തു എന്നാണ്. മീൻസ് അങ്ങോട്ട് ഒരുങ്ങിന്ന് ഒരു പാപവും ചെയ്യാത്ത സ്വർഗത്തിന്റെ വാതിൽ പിടിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള മഹാത്മാവ് അവിടെ വെച്ച് കമ്പയർ ചെയ്യാം. നമ്മളൊക്കെ അത്യാവശ്യം 50-60 വയസ്സായാലേ ഇനിയുള്ള ജീവിതം ബോണസാന്ന് മനസ്സിലാക്കും.